ആദം ആ ഡ്രസ്സിൻ്റെ കഷ്ണം കയ്യിൽ പിടിച്ചു വീട്ടിലേക്ക് നടന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ താൻ ഇതെവിടെയോ കണ്ടിരിക്കുന്നു എന്നൊരു തോന്നലായിരുന്നു. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അതിനിടയിൽ നിഖിലുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഗാർഡനിലെ സ്വിംഗ് ചെയറിന് അരികിലേക്ക് നടന്നു. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു അവൻ വീണ്ടും ചിന്തയിലാണ്ടു. താൻ നേരത്തെ ഇവിടെ ഇരുന്നപ്പോഴാണ് ഈ ഡ്രസ്സിൻ്റെ കഷ്ണത്തിന് സമാനമായ ഡ്രസ്സ് കണ്ടതെന്ന കാര്യം അവൻ ഓർക്കുന്നത്. അടുത്ത നിമിഷം ആദത്തിൻ്റെ കണ്ണുകൾ തൊട്ടു മുൻപിലെ വീട്ടിലെ അയയിലേക്ക് നീണ്ടു. അതായത് ആയുഷിൻ്റെ വീട്ടിലേക്ക്. അവിടുത്തെ അയയിൽ കിടക്കുന്ന സാരിയും തൻ്റെ കയ്യിലെ ഡ്രസ്സിൻ്റെ പീസും ഒന്നാണെന്ന നിഗമനത്തിൽ അവൻ എത്തിച്ചേർന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടി ഗേറ്റിന് അരികിലേക്ക് നടന്നു. അന്നേരം ആയുഷും അവൻ്റെ അമ്മയും വണ്ടിയിൽ കയറുന്നതും വണ്ടി ഗേറ്റ് കടന്നു പോകുന്നതും ആദത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അവസരം മുതലാക്കി ആദം ഗേറ്റിനകത്തേക്ക് കടന്നു സാരി പരിശോധിച്ചു. പിന്നീട് ആ സാരി കീറിക്കിടക്കുന്നത് കണ്ടതും തൻ്റെ കയ്യിലിരിക്കുന്ന പീസ് ആ സാരിയുടേതാണെന്ന് അവൻ ഉറപ്പ് വരുത്തി അവിടെ നിന്ന് തിരികെ നടന്നു. അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൻ വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. ആയുഷിൻ്റെ അമ്മ ലക്ഷ്മി എന്തിനാണ് ആ പറമ്പിലേക്ക് വന്നത്? ഇനിയിപ്പോൾ അവർ തന്നെയാണോ നിഹയെ തള്ളിയിട്ടത്? ആണെങ്കിൽ എന്തിന്? ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവരെന്തിനാണ് അവിടെ വന്നത്? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി ആദം നിഹയെ അന്വേഷിച്ചു തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. ഇവിടെ നിൽക്കുന്തോറും നിഹയുടെ ജീവന് ഭീഷണിയാണെന്ന തോന്നൽ അവനിലുണ്ടായി. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുക തന്നെ വേണം എന്ന ഉറച്ച തീരുമാനത്തോടെ ആദം മുറിയിലെത്തി. ആദം മുറിയിലേക്ക് വരുമ്പോൾ നിഹ മുറിയിലില്ലായിരുന്നു. അവൻ നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. നിഹ ബാൽക്കണിയിലെ റൈലിങ്ങിനോട് ചേർന്ന് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് തന്റെ നനഞ്ഞ മുടി ഉണക്കുകയാണ്. സാരി ആയിരുന്നു അവളുടെ വേഷം. ആദം ബാൽക്കണിയുടെ ഡോറിനരികിൽ നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. മുടി ഉണക്കുന്നതിനാൽ സാരി തെന്നി മാറി കിടപ്പുണ്ട്. അവളുടെ വയറ് ചെറുതായി കാണുന്നുണ്ട്. സാരിയുടെ വിടവിലൂടെ അവളുടെ വെളുത്ത് ഭംഗിയുള്ള വയറ് കാണാൻ വല്ലാത്തൊരഴകാണെന്ന് അവന് തോന്നി. അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവനെ ചുംബിച്ചാലോ എന്ന് വരെ അവന് തോന്നിപ്പോയി. ഇങ്ങനെ കട്ടു തിന്നത് കണ്ട അവൾക്കിഷ്ടാവില്ല എന്ന് കരുതി അവൻ അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ പിന്നിലൂടെ ചെന്ന് അവൻ തൻ്റെ ഇടത് കൈ അവളുടെ സാരിക്കുള്ളിലേക്ക് കടത്തി വയറിൽ തൊട്ടതും അവളൊന്ന് വിറച്ചുപോയി. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ അവളുടെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി മുട്ടിട്ടു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവൻ അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. ഇടം കൈയാൽ അവളുടെ വയറിനെ തടകിക്കൊണ്ട് വലം കൈയാലെ അവളുടെ തോളിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി അവളുടെ പിൻകഴുത്തിലെ വെള്ളത്തുള്ളികൾ അവൻ തൻ്റെ ചുണ്ടിനാലും നാവിനാലും നുഴഞ്ഞെടുത്തു. അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഇച്ഛായ എന്തുവായി കാണിക്കുന്നത്? ദേ ഗാർഡനിൽ പിള്ളേരുണ്ടാവട്ടോ, അവരെങ്ങാനും കണ്ടോട്ടെ, അതിനെന്താ? അവളുടെ തോളിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അന്നേരം അവൾ അവനെ നേരെ തിരിഞ്ഞു. അവളുടെ ഇടുപ്പിൽ വട്ടം ചുറ്റി പിടിച്ചു. അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ ചുണ്ടിലേക്ക് ചുംബിക്കാനൊരുങ്ങി. നിഹ തൻ്റെ ചുണ്ടിന് മീതെ കൈവച്ച് തടസ്സം സൃഷ്ടിച്ചതും അവൻ്റെ അധരങ്ങൾ അവളുടെ കയ്യിൽ പതിഞ്ഞു. അവൻ അവളുടെ കയ്യിൽ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ആദം ബാൽക്കണിയിലെ സ്വിങ്ങിലിരുന്ന് അവളെ തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി. അവൾ വീഴാതിരിക്കാൻ അവൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ചിട്ടുണ്ട്. നിഹ, നമുക്കേ ഇന്ന് തന്നെ ഇവിടെ നിന്ന് വിട്ടാലോ? അവളുടെ കവളിൽ കവളി ചേർത്ത് വെച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ഇച്ഛായ, എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിഹ അവൻ്റെ കവളിൽ തൻ്റെ ഇരു കൈയും ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ഹേ, നീ കരുതും പോലെയുള്ള പ്രശ്നമൊന്നുമില്ല. എന്തോ എനിക്കിവിടെ ഒരു പ്രൈവസി കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിലാവുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അവിടെ എത്തിയിട്ട് വേണം എനിക്ക് നിന്നെ ശരിക്കും ഒന്ന് സ്നേഹിക്കാൻ. അവളുടെ കഴുത്തിൽ മുഖപുരസിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടി. അതെ, സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നീ അത്രയും പറഞ്ഞു നിർത്തി. എന്താ ഒരു പക്ഷേ? അത് പിന്നെ ഈ പ്രിക്യൂഷൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ സ്നേഹിച്ചു അവസാനം പണി കിട്ടിയാൽ എന്ത് ചെയ്യും? ആ പണിയെ ഞാൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. നമുക്ക് ആദ്യം ഒരു മോൻ മതി, ഒരു കുഞ്ഞു ആദം. കുഞ്ഞിനെ പറ്റി പതുക്കെ ആലോചിക്കാം, അല്ലേ? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയാണ് അത് പറഞ്ഞത്. അവൻ്റെ പറച്ചിൽ അവളിൽ നാണം നിറച്ചു. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോഴൊന്നും ഒരു ബേബിയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ എൻ്റെ ഇച്ഛായനെ സ്നേഹിക്കാൻ ഞാനില്ലേ? അവൻ്റെ കവളി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ആയിക്കോട്ടെ, ഇൻ കേസ് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് സ്നേഹിച്ചോളാന്നേ. അങ്ങനെ സംഭവിക്കാതെ നോക്കിയാൽ പോരെ? അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചുകൊണ്ട് നാണത്തോടെ അവൾ പറഞ്ഞു. അതിത്തിരി പാടാണല്ലോ ഭാര്യ, എന്നാലും നോക്കാം. പിന്നെ നിഹ,
ഇപ്പോഴാണെങ്കിലേ നിനക്ക് ഇഷ്ടം പോലെ പച്ചമാങ്ങ കഴിക്കാം. കുറച്ച് കഴിഞ്ഞാലേ പച്ചമാങ്ങയൊന്നും കിട്ടിയെന്ന് വരില്ല. അവളുടെ കാതിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി അവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ മീശത്തുമ്പ് കടിച്ചുകൊണ്ട് ചിരി കഴിച്ചു പിടിച്ചു അവൾക്ക് നേരെ പുരികം പൊക്കി. അന്നേരം അവൾ അവൻ്റെ കവൾ അമർത്തി കടിച്ചു അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ഓടി. ഡി, നിന്നെ ഞാൻ എടുത്തോളാം. പിന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെയായി നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടും, ആദം പിന്നിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിഹ മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്നത് കുട്ടിപ്പട്ടാളങ്ങളുടെ അരികിലേക്കാണ്. എല്ലാവരും കാര്യമായ എന്തോ ഡിസ്കഷനിലായിരുന്നു. നിഹ കാര്യം തിരക്കി. ചേച്ചി വന്നോ? ഞങ്ങൾ ചേച്ചിയെ കാത്തിരിക്കുമായിരുന്നു, കൂട്ടത്തിലെ മുതിർന്നവനായ റയാൻ പറഞ്ഞു. എന്താടാ കാര്യം? നിഹാണ് ചോദിച്ചത്. അതെ ചേച്ചി, നേരത്തെ ഈ റോസ് വല്യമ്മച്ചിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴേ വല്യമ്മച്ചിയും ക്ലാര ചേച്ചിയും പിന്നെ അവരുടെ മോളും കൂടി എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ടായിരുന്നു എന്ന് കേട്ടിട്ട് എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തെന്ന്. ആണോടി റോസമ്മ? നിഹ അവളുടെ കവള് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. അതേ ചേച്ചി, എനിക്ക് എല്ലാം അങ്ങ് വ്യക്തമായില്ലല്ലോ. കേട്ടെടുത്തോളം അത് ചേച്ചിക്കുള്ള പണിയാണെന്ന് വ്യക്തമായി. ചേച്ചിയെയും ഞങ്ങളുടെ ചാച്ചനെയും തമ്മിൽ തെറ്റിക്കാനുള്ള പണി. അവര് ആരെയോ ഫോണിൽ വിളിക്കുകയും 10 ലക്ഷം രൂപ ഇന്ന സ്ഥലത്ത് എത്തിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചാച്ചൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഞങ്ങൾക്കൊക്കെ പേടിയാവുക ചേച്ചി, ഇനി ഇതിൻ്റെ പേരിൽ ചാച്ചൻ ചേച്ചി വെറുക്കുമെന്ന്. ഞങ്ങൾക്കൊക്കെ ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ചേച്ചിയെ വേണം. അത് പറയുമ്പോൾ റോസിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അയ്യേ, റോസമ്മ സ്ട്രോങ് ആണെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. അപ്പോൾ ഇവരൊക്കെ തള്ളിയതാ അല്ലേ? എൻ്റെ പൊന്നു പിള്ളേരെ, ഞാൻ നിങ്ങളെ വിട്ടോ നിങ്ങളുടെ ചാച്ചനെ വിട്ടോ എങ്ങോട്ടും പോവില്ല. പോരെ, നമുക്കേ അവരുടെ പ്ലാൻ എന്താണെന്നറിഞ്ഞ് തിരിച്ച് അവർക്ക് തന്നെ പണിഞ്ഞാലോ? നിഹയ പറഞ്ഞത് കേട്ട് എല്ലാവരും അവളെ തന്നെ നോക്കി. നിഹ അവരോട് എന്തൊക്കെയോ സ്വകാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് നിഹ തൻ്റെ കൈ നീട്ടി വെച്ചതും പിള്ളേരൊക്കെ അവളുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. പിന്നീട് നിഹയും പിള്ളേരും ത്രേസ്യയും ക്ലാരയും ട്രീസയും മാറി മാറി വാച്ച് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ത്രേസ്യ പള്ളിയിലേക്കാണെന്നും പറഞ്ഞ് ഇരുവരുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങി. പള്ളിയിലെത്തിയതും ഡ്രൈവറോട് പൊയ്ക്കോളാൻ പറഞ്ഞ് ത്രേസ്യ മുന്നോട്ട് നടന്നു. ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് നിഹ പിള്ളേരെയും കൂട്ടി പപ്പയെ സോപ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം ആദം അവിടെ ഇല്ലായിരുന്നു. നിഹയും പിള്ളേരും ത്രേസ്യയും ക്ലാരയും ഫോളോ ചെയ്ത് പള്ളിയിലെത്തി. ത്രേസ്യാമ്മ ക്ലാരയുടെയും ട്രീസയുടെയും കൂടെ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടതും സംശയം തോന്നാത്ത വിധത്തിൽ നിഹ അവരെ പിന്തുടർന്നു. പിന്നീട് ആ ഓട്ടോ ബാങ്കിന് മുന്നിൽ നിർത്തിയതും ത്രേസ്യയും ട്രീസയും ഇറങ്ങി ബാങ്കിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അരമണിക്കൂറിന് ശേഷം ഇരുവരും പുറത്തിറങ്ങി. ത്രേസ്യയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ശേഷം ഇരുവരും ഓട്ടോയിൽ കയറി യാത്ര തുടർന്നു. നിഹയും അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഓട്ടോ ഒരു വിജനമായ പ്രദേശത്ത് നിർത്തുകയും ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മൂവരെ ഇറങ്ങി നടന്നു. അവരെന്താണ് ചെയ്യുന്നത് എന്ന് കാണും വിധത്തിൽ നിഹ തൻ്റെ വണ്ടി നിർത്തി. എടി, അവനെ കാണുന്നില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ വരാൻ പറഞ്ഞത്? ത്രേസ്യ ചോദിച്ചു. ആന്നേ അമ്മച്ചി, അവൻ വരൂന്നേ, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടാതെ, ക്ലാര ത്രേസ്യയെ സമാധാനിപ്പിച്ചു. ഇനിയും ഇവിടെ നിന്ന് സമയം കളയാൻ പറ്റത്തില്ല, നീ അവനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ, ത്രേസ്യ ട്രീസയോട് പറഞ്ഞു. ട്രീസ അവളുടെ ഫോണിൽ നിന്നും കോൾ ചെയ്തു. ത്രേസ്യ അമ്മച്ചിയെ, അയാൾ കോൾ എടുക്കുന്നില്ലല്ലോ, ചിലപ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കും, അതാ, ട്രീസ പറഞ്ഞു. ത്രേസ്യ ഒന്ന് അമർത്തി മൂളി. അന്നേരം ട്രീസ തൻ്റെ അമ്മച്ചിയെ നോക്കി കണ്ണുകൊണ്ട് എന്തോ കാണിച്ചതും ക്ലാര ശരി എന്ന പോലെ തലയനക്കി ത്രേസ്യക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ ത്രേസ്യാമ്മച്ചി, ആ ബാഗ് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഇങ്ങ് തന്നോളൂ, ഞാൻ പിടിച്ചോളാം. പണം അടങ്ങുന്ന ബാഗ് ത്രേസ്യ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യമാണ് ക്ലാര പറഞ്ഞത്. ബാഗ് പിടിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാൻ അതിൽ അമ്മിക്കല്ലെന്നല്ലോ ഉള്ളേ, കുറച്ച് നോട്ട് കെട്ടുകളല്ലേ, അതെനിക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ, ത്രേസ്യ പതിവ് ഗൗരവത്തിൽ പറഞ്ഞു. ആ പണം ഇങ്ങ് താ തള്ളേ എന്നും പറഞ്ഞ് ട്രീസ പണം അടങ്ങുന്ന ബാഗ് ത്രേസ്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നോക്കിയതും ഡി ഉരുമ്പൊട്ടോളെ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ത്രേസ്യ പറഞ്ഞതും ക്ലാരയും ട്രീസയും കൂടി ത്രേസ്യയുടെ കയ്യിൽ നിന്നും പണം അടങ്ങുന്ന ബാഗ് പിടിച്ചു വാങ്ങി ത്രേസ്യയെ പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടുണ്ട് ആ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. ഇതൊക്കെ കണ്ട നിഹ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ത്രേസ്യയുടെ അരികിലേക്ക് നടക്കുമ്പോഴേക്കും അവർ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. നിഹ ഓടിച്ചെന്ന് വീണ് കിടക്കുന്ന ത്രേസ്യയെ എഴുന്നേൽപ്പിച്ചു. നിഹയെ കണ്ടതും ത്രേസ്യയുടെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മറഞ്ഞു. വീണ വീഴ്ചയിൽ ത്രേസ്യയുടെ നെറ്റി കല്ലിലേക്ക് ഇടിക്കുകയും നെറ്റി പൊട്ടി ചോര വരികയും ചെയ്തു. കയ്യും കല്ലിലേക്ക് ഇടിച്ച് പരിക്ക് പറ്റിയിരുന്നു. അയ്യോ വല്യമ്മച്ചി ചോര എന്നും പറഞ്ഞ് നിഹ തൻ്റെ ചുരിദാറിൻ്റെ ഷോൾ കയറി അവരുടെ നെറ്റി കെട്ടുകയും അവരൊരിടത്ത് നേരെ ഇരുത്തുകയും ചെയ്തു.
കാർ അങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ താങ്ങി പിടിച്ച് വണ്ടിയിൽ കയറ്റി. എന്നിട്ട് കുട്ടികളോട് വല്യമ്മച്ചിയെ ശ്രദ്ധിച്ചോളാനും പറഞ്ഞ് അവൾ വണ്ടി മുന്നോട്ടെടുത്തു. വഴിയിൽ വെച്ച് അവർക്ക് കുടിക്കാനുള്ള വെള്ളം വാങ്ങിച്ചു, കുടിപ്പിച്ചു. നേരെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. ഹോസ്പിറ്റലിൽ എത്തിയതും നിഹ പെട്ടെന്ന് അകത്തേക്ക് ചെന്നു. അടുത്ത നിമിഷം നിഹയോടൊപ്പം വീൽ ചെയറുമായി അറ്റൻഡർ വരികയും ത്രേസ്യയെ വണ്ടിയിൽ നിന്നിറക്കി വീൽ ചെയറിലിരുത്തി കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചു. ത്രേസ്യക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി നെറ്റിയിലെ മുറിവ് ഡ്രസ് ചെയ്തു. പിന്നീട് കയ്യിൽ വല്ല ഒടിവോ ചതവോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി എക്സ്റേ എടുത്തു നോക്കി. പൊട്ടലില്ലെന്ന് ഉറപ്പുവരുത്തി. തനിക്ക് വേണ്ടി നിഹ ഹോസ്പിറ്റലിൽ ഒരു മടിയും കൂടാതെ ഓടിച്ചാടി നടക്കുന്നത് ത്രേസ്യ നേരിട്ട് കാണുകയായിരുന്നു. നിഹയ്ക്ക് ത്രേസ്യയോടുള്ള സ്നേഹവും ബഹുമാനവും കരുതലും കാണവേ ത്രേസ്യയുടെ കണ്ണ് നിറഞ്ഞു. തനിക്ക് തെറ്റ് പറ്റിയല്ലോ എന്നോർത്ത് അവർക്ക് കുറ്റബോധം തോന്നി. വല്യമ്മച്ചി, നമുക്ക് പോവാം. നിഹ മരുന്നൊക്കെ വാങ്ങിച്ചു ത്രേസ്യയുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞതും ത്രേസ്യ നിറകണ്ണാലെ നിഹയുടെ കൈ ചേർത്ത് പിടിച്ചു. വല്യമ്മച്ചി, എന്തു പറ്റി? എന്തിനാ കരയണേ? ത്രേസ്യ മറുപടി ഒന്നും പറഞ്ഞില്ല. അവരുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തൂവി. ഞാൻ കാരണം വല്യമ്മച്ചിക്ക് എന്തെങ്കിലും വിഷമമെങ്കിൽ വല്യമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഈ കുഞ്ഞുങ്ങളാണ് എന്നോട് ഇക്കാര്യം പറയുന്നത്. ആ ട്രീസ എനിക്കെന്തോ വിശ്വാസമില്ലായിരുന്നു. അതാ ഞങ്ങൾ ഫോളോ ചെയ്തത്. വല്യമ്മച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എനിക്ക് വല്യമ്മച്ചിയെ തോൽപ്പിക്കണം എന്നൊന്നും ഇല്ലായിരുന്നു, നിഹ വിഷമത്തോടെ പറഞ്ഞു. അന്നേരം ത്രേസ്യ നിഹയുടെ കൈ തൻ്റെ മുഖത്തോട് അടുപ്പിച്ചു വിതുമ്പിക്കൊണ്ടിരുന്നു. ഇനി ഞാൻ കൊച്ചിനോട് ദേഷ്യപ്പെട്ട കർത്താവ് പോലെ എന്നോട് പൊറുക്കില്ല. കൊച്ചിനോട് ചെയ്ത ദ്രോഹത്തിന് കർത്താവ് എനിക്ക് അറിഞ്ഞു തന്ന ശിക്ഷയായത്. 10 ലക്ഷം രൂപയാ അവളുമാരെ എന്നെ പറ്റിച്ചു കൊണ്ടുപോയത്. എൻ്റെ മക്കളെങ്ങാനും ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ത്രേസ്യക്ക് കരച്ചിലടക്കാനായില്ല. വല്യമ്മച്ചി അതോർത്ത് വിഷമിക്കണ്ട, ഞാനുണ്ടാവും കൂടെ. ഇക്കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയില്ല. വല്യമ്മച്ചി പള്ളിയിൽ പോയപ്പോൾ പടി കയറുമ്പോൾ വീണതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നേരം പള്ളിയിലുണ്ടായിരുന്നെന്ന് പറഞ്ഞോളാം. പിന്നെ ആ ക്ലാരയ്ക്കും ട്രീസക്കുള്ള പണി അത് ദൈവം കൊടുത്തോളും. അതോർത്ത് വല്യമ്മച്ചി വിഷമിക്കണ്ട. പക്ഷേ വല്യമ്മച്ചിയുടെ നഷ്ടപ്പെട്ട പണം, അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഞാൻ മോളെ ആദ്യത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്തേ. ഈ വല്യമ്മച്ചിക്ക് മോള് മാപ്പ് തരണം. അയ്യോ വല്യമ്മച്ചി, എന്തൊക്കെയാ പറയുന്നേ? എന്നോട് വല്യമ്മച്ചി മാപ്പ് ചോദിക്കുകയാണോ? അരുത്. അന്നേരം ത്രേസ്യ നിഹയെ ഇറുകെ പുണർന്നു. അവളുടെ നെറുകയിൽ ചുംബിച്ചു. അത് കണ്ടപ്പോൾ പിള്ളേർക്കും ഒരുപാട് സന്തോഷമായി. ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ത്രേസ്യ മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നു. ക്ലാരയും ട്രീസയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വലിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇരുവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ട്രീസ കഴിപ്പ് നിർത്തി വാഷ്റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയ നേരം നോക്കി ക്ലാര ഒരു ബിരിയാണി കൂടി ഓർഡർ ചെയ്തു. ഇതേ സമയം ട്രീസ നിഗൂഢമായ ചിരിയോടെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി. അമ്മച്ചിയെ പറ്റിച്ച് ഈ പണം തനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്നൊരു ചിന്തയോടെ ബില്ല് അവർ തരും എന്നും പറഞ്ഞ് ക്ലാരയെ കാണിച്ചു. ട്രീസ അവിടെ നിന്ന് മെല്ലെ മുങ്ങി. ട്രീസ ധൃതിയിൽ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു കാറുകാരൻ വന്ന് അവളെ തട്ടിയില്ല എന്ന രീതിയിൽ പോകുന്നത്. അയാൾ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു ട്രീസയുടെ അരികിലേക്ക് നടന്നു. വല്ലതും പറ്റുമോ? ഐ ആം സോറി, ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് അയാൾ ട്രീസയുടെ മുന്നിൽ നിന്നപ്പോൾ അയാളുടെ സൗന്ദര്യത്തിലും വില കൂടിയ കാറിലും ട്രീസ വീണു. തൻ്റെ കൈക്ക് നല്ല വേദനയുണ്ടെന്നും പറഞ്ഞ് ട്രീസ അയാളുടെ കാറിൽ കയറി. ട്രീസ പിന്നിലിരിക്കാൻ ഒരുങ്ങിയപ്പോൾ അയാൾ അവളെ മുന്നിലിരുത്തി. ഇനി ഇയാളെ കൂടെ കുപ്പിയിലാക്കി കൂടെ കൂടിയ ജീവിതം സെറ്റിൽഡ് എന്ന ചിന്തയുമായി ട്രീസ അയാളുടെ കൂടെ യാത്ര തിരിച്ചു. ഇതേ സമയം ട്രീസ ഇപ്പം വരും എന്നും കരുതി ക്ലാര ബില്ലും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. 3500 രൂപയാണ് ബിൽ എമൗണ്ട്. ആരുടെയോ ഫോൺ വാങ്ങി ക്ലാര ട്രീസയെ വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി ലഭിച്ചത്. ട്രീസ തന്നെ പറ്റിച്ചു എന്ന് മനസ്സിലാക്കിയ ക്ലാര മെല്ലെ മുങ്ങാൻ നോക്കിയതും ഹോട്ടൽ ജീവനക്കാരൻ അവളെ കൈയോടെ പൊക്കി ബോസിന് മുന്നിൽ നിർത്തി. തൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്നും തൻ്റെ മകൾ തന്നെ പറ്റിച്ചു, ഇവിടെ ഉപേക്ഷിച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞു നോക്കി. ആര് കേൾക്കാൻ? ആരും അത് വിശ്വസിച്ചില്ല. അവസാന ഹോട്ടൽ ഉടമ ക്ലാരയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ആദമും നിഹയും കളരിക്കൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ്. നിഹയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് യാത്രയാക്കുന്ന ത്രേസ്യയെ കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. അവർക്കൊക്കെ ആദം പോകുന്നതിനേക്കാൾ ഏറെ വിഷമം നിഹ പോകുന്നതിലായിരുന്നു. പിള്ളേരൊക്കെ ആകെ സങ്കടത്തിലാണ്. ആനിയമ്മയും നിഹയും പരസ്പരം കെട്ടിപ്പിടിച്ച് കണ്ണു നിറയ്ക്കുമ്പോൾ ആദമിന് സംശയം, ഇതിപ്പോൾ ഞാൻ ആരാന്ന്. ജോൺ നിഹയെ ചേർത്ത് പിടിച്ച് വണ്ടിക്കരികിലെത്തി എല്ലാവരോടും യാത്ര പറഞ്ഞു. ഇരുവരും അവിടെ നിന്ന് മടങ്ങി. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ നിഹയും ആദമും നാട്ടിലെ തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. നിഹ കിച്ചണിൽ അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയും എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു.
വൈകുന്നേരം ആയതിനാൽ അവൾ കുടിക്കാനുള്ള കോഫിയും കൂടെ റെഡിയാക്കുകയായിരുന്നു. ആ നേരത്താണ് ആദം അങ്ങോട്ട് വരുന്നത്. ഗ്യാസും ഓഫ് ചെയ്ത് അവളെയും കൈകളിൽ കോരിയെടുത്ത് മുകളിലോട്ട് നടക്കുമ്പോൾ നിഹ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ്. തങ്ങളുടെ ബെഡ്റൂമിലെത്തിയതും അവൻ നിഹയെ താഴെ ഇറക്കി ബെഡിൽ നിന്നും ഒരു കവറെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തതും അവളത് ആകാംക്ഷയോടെ തുറന്നു നോക്കി. അതിലുണ്ടായിരുന്ന ബിക്കിനി സെറ്റ് കണ്ട് നിഹയുടെ കിളി പോയിരിക്കുവാണ്. പിങ്ക് നിറത്തിലുള്ള ബിക്കിനി സെറ്റ് കൂടെ ഫ്ലോറൽ പ്രിന്റഡ് റാപ്പ് സ്കേർട്ട്. ഇത് തരാനാണോ എന്നെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടെന്ന് നിഹ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. യെസ് ഓഫ് കോഴ്സ്, അവൻ അവളുടെ വയറിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിടയിൽ അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖമിട്ട് ഉരസുന്നുണ്ട്. ശരി, കിട്ടി, ബോധിച്ചു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? തൻ്റെ വയറിൽ നിന്നും അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് നിഹ ചോദിച്ചു. കിട്ടി ബോധിച്ചാൽ മാത്രം പോരല്ലോ, ഇട്ട് ബോധിക്കണ്ടേ? അതുകൊണ്ട് ഇച്ചാൻ്റെ നിഹ കൊച്ചെ പെട്ടെന്ന് ഇതിട്ടോണ്ട് വാ, ഞാനൊന്ന് കാണട്ടെ. എന്തുവായി ചായത്? നിങ്ങൾക്ക് വട്ടായോ? നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലെ ബീച്ചിലാണെന്നാണോ നിങ്ങളുടെ വിചാരം? നിഹ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഗോവയിലെ ബീച്ചിലോട്ട് നീ ഇതിട്ടോണ്ട് വന്നാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. ഇതിപ്പോൾ എനിക്ക് മാത്രം കാണാൻ വേണ്ടിയാ, അവളുടെ ചുണ്ട് ഞരടിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ എന്തുവായത്? ഇതിട്ടോണ്ട് ഫോട്ടോഷൂട്ട് നടത്താൻ പോവാണോ? ഒന്നും പറയണ്ട, നീ ഇതിട്ടോണ്ട് വന്നേ എന്നും പറഞ്ഞ് അവളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തള്ളിവിട്ടു. ആദം തൻ്റെ ഡ്രസ്സ് മാറുന്ന നേരത്താണ് ഡ്രസ്സിംഗ് റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവൻ ആ ഭാഗത്തേക്ക് നോട്ടം പായിച്ചതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. നാണത്താൽ മിഴികൾ താഴ്ത്തിക്കൊണ്ട് ചുവടുകൾ വെക്കുന്ന പെണ്ണിൻ്റെ മേനിയഴക് അവൻ ഒപ്പിയെടുക്കുകയാണ്. റാപ്പ് സ്കേർട്ടിൻ്റെ ഓപ്പണായി കിടക്കുന്ന ഭാഗത്തു കൂടെ കാണുന്ന അവളുടെ നഗ്നമായ തുട അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു. നിഹ പതിയെ തല ഉയർത്തി നോക്കി. തന്നെ വല്ലാത്ത ഭാവത്തിൽ മൊത്തത്തിൽ ഒഴിഞ്ഞെടുക്കുന്ന ആദം. അവൻ ധരിച്ചിരിക്കുന്നത് മെൻസിൻ്റെ സ്വിം ഷോർട്സ് മാത്രം. അത് കണ്ട് അവളുടെ ബാക്കിയുള്ള കിളികളും പോയി. ഇങ്ങനെ ഇതെന്തിനുള്ള പുറപ്പാടാ അവൾ ചിന്തിച്ചു. എന്നാ നമുക്ക് പോയാലോ? തൻ്റെ നഗ്നമായ തുടയിൽ തഴുകിക്കൊണ്ട് തൻ്റെ കാതോരം ഹസ്കി വോയിസിൽ പറയുന്നവൻ്റെ ചുടുനിശ്വാസം കാതിൽ പതിഞ്ഞതും അവളാകെ കോരിത്തരിച്ചു പോയിരുന്നു. അവൻ തൻ്റെ കൈവിരലുകൾ അവളുടെ തുടയിൽ നിന്നും മുകളിലോട്ട് പതിയെ ചലിപ്പിച്ചു തുടങ്ങി. അവൻ്റെ കൈവിരൽ തുടയിൽ നിന്നും അവളുടെ റാപ്പ് സ്കേർട്ടിനുള്ളിലേക്ക് കടന്നു. ഒരു നിമിഷം അവൻ അവൾ കണ്ണിറുക്കി അടച്ചു. അവൻ്റെ കൈവിരലുകൾ പാൻറ്റീസിന് മുകളിലൂടെ അവളുടെ പെൺമയിൽ തഴുകിക്കൊണ്ട് അടിവയറിലേക്ക് ഇഴഞ്ഞു നീങ്ങുമ്പോൾ അവളുടെ ഉടലാകെ വിറച്ചു പോയിരുന്നു. വയറും നാഭിചൂനി കടന്ന് ഒടുവിൽ അതവളുടെ മൃദുലതയിൽ എത്തി നിന്നു. തൊട്ടും തഴുകിയും തലോടിയും അവളിലെ നഗ്നദേവൻ ആസ്വദിച്ചു. അതിനിടയിൽ അവൻ്റെ കൈവിരലുകൾ അവളുടെ ബിക്കിനി ടോപ്പിനുള്ളിലേക്ക് അരിച്ചിറങ്ങി. അവൻ്റെ കൈവിരലുകൾ അവിടം കുസൃതി കാട്ടി തുടങ്ങിയതും നാണത്തോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവളെയും പൊക്കിയെടുത്ത് മുകളിലത്തെ നിലയിലെ അതിവിശാലമായ കോമൺ ബാൽക്കണിയിലേക്ക് അവൻ നടന്നു. അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കോട്ടയാടും പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പുറം കാഴ്ചയെ മറക്കാത്ത രീതിയിൽ ചുറ്റിലും കൂളിംഗ് ഉള്ള ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. 1 മാസം കൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തോ എന്ന പോലെ നിഹ അവനെ നോക്കി. അടുത്ത നിമിഷം അവളുടെ റാപ്പ് സ്കേർട്ടിൽ അവൻ്റെ പിടി വീണതും അവൾ അവനെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. അവൻ വെള്ളത്തിലേക്ക് മുങ്ങി താഴ്ന്നു. അടുത്ത നിമിഷം മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൻ ഉയർന്നു പൊങ്ങി. അവൻ അവളുടെ കാല് പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിടാൻ നോക്കിയെങ്കിലും നടന്നില്ല. പിന്നീട് അവൻ ഇറങ്ങി എന്ന പോലെ അവൾക്ക് നേരെ കൈ നീട്ടി. അതിലെന്തോ പന്തികേട് അവൾക്ക് തോന്നി. അവനെ സോപ്പിടാൻ വേണ്ടി അവൾ പൂളിൻ്റെ സൈഡിൽ മുട്ടുകുത്തിയിരുന്ന് ഏന്തി വലിഞ്ഞ് അവൻ്റെ ചുണ്ടിലേക്ക് ഒരു ഉമ്മ വെച്ച് കൊടുത്തതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി മുട്ടിട്ടു. അവൻ്റെ നോട്ട് അവളുടെ മുഖത്ത് നിന്നും താഴേക്ക് ഒഴുകിയെത്തിയതും അവൾ തൻ്റെ മുടി കൊണ്ട് അവിടെ മറച്ചു. അവൻ അവളുടെ മുടി വകഞ്ഞു മാറ്റി കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്തു. അവിടേക്ക് വെള്ളത്തുള്ളികൾ ഉറ്റിച്ചതും അവളുടെ കണ്ണുകൾ താൻ അടഞ്ഞുപോയി. അടുത്ത നിമിഷം അവൻ അവളെയും പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. വെള്ളത്തിൽ ഇരുവരും പുണർന്നു നിൽക്കുകയാണ്. അതിനിടയിൽ അവളുടെ റാപ്പ് സ്കേർട്ട് അവൻ്റെ കൈകളാൽ അടർന്നു വീണു. ഒപ്പം അവൻ്റെ കൈവിരലുകളും ചുണ്ടും നാവും അവളുടെ ഉടലാകെ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. മണിക്കൂറുകളോളം അവരവിടെ ചിലവഴിച്ചു. അന്ന് രാത്രിയിൽ നിഹയുടെ വീട്ടിൽ അവർക്ക് വിരുന്ന് അറേഞ്ച് ചെയ്തിരുന്നു. ആദത്തെ വളരെ സ്നേഹത്തോടെയാണ് അനി സ്വീകരിച്ചത്. അതുകൊണ്ട് നിഹയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഭക്ഷണമൊക്കെയും കഴിഞ്ഞു ആദമും അനിയും എന്തോ കാര്യമായ ചർച്ചയിലാണ്. അന്നേരം നിഹ തൻ്റെ മുറിയിലേക്ക് നടന്നു. അവൾ തൻ്റെ മുറി ഒതുക്കി വെക്കുന്ന നേരത്താണ് അവിടെ ഒരു ഭാഗത്ത് ഘടിപ്പിച്ച ക്യാമറ അവളുടെ ശ്രദ്ധയിൽ പെടുന്നത്. ആ ക്യാമറ കണ്ടതും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ചെകുത്താൻ്റെ മുഖമാണ്. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഈ ക്യാമറയിൽ കൂടി ആൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നൊരു തോന്നൽ അവളിലുണ്ടായി. അന്ന് രാത്രി ആദമും നിഹയും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു.
ആ ഒരു സംഭവത്തിന് ശേഷം നിഹയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. ക്ലാരയെ കോടതിയിൽ ഹാജരാക്കി. കേസ് വാദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് പോലീസ് തെളിയിക്കപ്പെടാത്ത ഇതുപോലുള്ള കേസുകളൊക്കെയും ക്ലാരയുടെ പേരിൽ കെട്ടിവെച്ചു. കോടതി ക്ലാരയ്ക്ക് 6 മാസത്തെ ശിക്ഷ വിധിച്ചു ജയിലിലേക്ക് പറഞ്ഞിട്ടു. അതിൻ്റെ കൂടെ സഹതടവുകാരുടെ ഉപദ്രവവും. തന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് ക്ലാരയുടെ ഉള്ളം വെങ്ങി. അന്നേരം അവർക്ക് താൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കുറ്റബോധം തോന്നി തുടങ്ങി. റീസയുടെ അവസ്ഥയും മറിച്ചല്ല. അന്ന് കണ്ട ആ ചെറുപ്പക്കാരൻ അവളെ ഒരാഴ്ച കൂടെ കൊണ്ടു നടന്നു. അവൾക്ക് വിലപ്പെട്ടതെല്ലാം സ്വന്തമാക്കി അവളുടെ പണവും അടിച്ചു മാറ്റി. തൻ്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് അവളെ വേശ്യയായ സ്ത്രീയെ ഏൽപ്പിച്ചു. അവിടെ സ്ഥലം വിട്ടു. താൻ എത്തിപ്പെട്ടത് ഒരു വേശ്യയുടെ കയ്യിലാണെന്ന് അറിഞ്ഞപ്പോഴാണ് താൻ ചതിക്കപ്പെടുകയാണെന്ന കാര്യം അവൾ തിരിച്ചറിയുന്നത്. താൻ ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് അപ്പോഴവൾക്ക് കുറ്റബോധം തോന്നിയില്ല. പകരം തന്നെ ചതിച്ചവനോടുള്ള പക മാത്രം. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. ഇതിനിടയിൽ ആദം പ്രണയം കൊണ്ട് നിഹയുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെയും മാറ്റിയെടുത്തു. ഇരുവരും മത്സരിച്ച് പ്രണയിക്കുകയാണ്. 2 പേർക്കും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന പോലെ ആയിരിക്കുകയാണ്. പുതിയ പ്രോജക്റ്റിൻ്റെ ഡിസൈൻ വർക്ക് ആരംഭിച്ചപ്പോൾ നിഹ അതിൽ ബിസിയായി. ഇപ്പോൾ അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നിഹ ആദമിൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ് എടുക്കുന്നത്. അന്നേരം അവൻ ഓഫീസിലായിരുന്നു. അങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് ഒരു വീഡിയോ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് താൻ വരച്ച ആ ഡിസൈൻ വർക്കിലൂടെ പുതിയ പ്രോജക്റ്റ് സ്വന്തമാക്കിയ സമയത്ത് ആദം എല്ലാവർക്കും വേണ്ടി ഒരു പാർട്ടി ഒരുക്കിയിരുന്നു. അന്നത്തെ ആ പാർട്ടിക്ക് പോകാൻ വേണ്ടി താൻ സാരി ഉടുത്ത് ഒരുങ്ങുന്ന വീഡിയോ അവൻ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടതും നിഹയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞുപോയി. അവൾ കണ്ണിറുകെ പൂട്ടി. കണ്ണുകൾ നിറഞ്ഞു തൂവി കവളിലൂടെ ഒലിച്ചിറങ്ങി. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. അതുപോലെ വേറെയും വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കി. വേറെ വീഡിയോസ് ഒന്നുമില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിഴലിച്ചു. അവൾ യൂട്യൂബിൽ ചില വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ടു. അതുപോലെ ലാപ്ടോപ്പിൽ ചെയ്ത് നോക്കി. ലാപ്പിലുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ വഴി തൻ്റെ മുറിയിലെ ലൈവ് ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നതും അന്ന് തൻ്റെ കയ്യിൽ കിട്ടിയ ക്യാമറയ്ക്ക് പുറമെ വേറെയും ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അവൾക്കുറപ്പായി. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്നറിഞ്ഞതും അവൾ തകർന്നു പോയിരുന്നു. എന്തിനാളിത് ചെയ്തു എന്നവൾക്ക് അറിഞ്ഞേ പറ്റൂ. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു അവൾ ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി. അന്ന് രാത്രി ആദം വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ വയ്യെന്ന് പറഞ്ഞു. അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു. കിടക്കാൻ നേരം അവൻ തന്നോട് ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ തൻ്റെ പിൻകഴുത്തിൽ പതിയുന്ന ചുടുനിശ്വാസം അവളെ ചുട്ടുപൊള്ളിച്ചു. പിറ്റേന്ന് ആദം ഓഫീസിലില്ലെന്ന് കണ്ടതും നിഹ എന്തോ മനസ്സിൽ ഉറപ്പിച്ചു. അക്ഷരയെയും കൂട്ടി അന്നത്തെ ആ പാർട്ടി നടന്ന റിസോർട്ടിലേക്ക് തിരിച്ചു. റിസോർട്ടിലെ ജീവനക്കാരന് പണം കൊടുത്തു. അന്ന് പാർട്ടി നടന്ന ദിവസത്തെ CCTV രംഗങ്ങൾ അവളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അതിലൊരു ദൃശ്യം കണ്ടതും നിഹയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ബോധം മറഞ്ഞു കിടക്കുന്ന നിഹയെ കൈകളിൽ കോരിയെടുത്ത് അവിടുത്തെ മുറിയിലേക്ക് നടക്കുന്ന ആദം. ആ ഒരൊറ്റ ഫൂട്ടേജിൽ നിന്നും അവൾക്ക് വ്യക്തമായി അന്ന് നടന്ന ആ സംഭവം ആദം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണെന്ന്. പക്ഷേ എന്തിന്? അതിനുത്തരം അവൾക്ക് കിട്ടിയില്ലായിരുന്നു. അക്ഷരയോട് ഓഫീസിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ നിഹ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നും ഇന്നലെയുമായി അവൾ ആകെ തകർന്നു പോയി. ഓട്ടോയിലായിരുന്നു അവൾ വീട്ടിലേക്ക് വന്നത്. തുറന്നു കിടക്കുന്ന ഗേറ്റും മുറ്റത്തെ കാറും കണ്ട് നിഹയുടെ മുഖം ചുളിഞ്ഞു. മുൻവശത്തെ ഡോർ ലോക്കല്ലായിരുന്നു. അവൾ അകത്ത് കയറി. അന്നേരം ആദം ആരുമായോ സംസാരിക്കുന്നത് കേട്ട് നിഹ ലിവിംഗ് ഏരിയയിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ചയിൽ അവളൊന്ന് നടുങ്ങി. അന്ന് താൻ ബാംഗ്ലൂരിൽ വെച്ച് കണ്ട 2 ഗുണ്ടകൾ ആദ്യമായി ചെകുത്താനെ കണ്ടപ്പോൾ അയാളുടെ 2 കൂട്ടാളികളുടെ മുഖം അവൾ വ്യക്തമായി കണ്ടതാണ്. അവരാണിപ്പോൾ ആദത്തിന് മുന്നിൽ ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന പെട്ടിയും അതിൽ നിറയെ പല വിധത്തിലുള്ള ഗണ്ണും കാണാം. നിഹ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. അവളുടെ കൈ തട്ടി ഫ്ലവർ വേസ് വീണു. എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടതും ആദം അവരും തിരിഞ്ഞു നോക്കി. തന്നെ അവർ കണ്ടെന്ന് മനസ്സിലാക്കി നിഹ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു മുകളിലോട്ട് ഓടിപ്പോയി. ആദം തൻ്റെ കണ്ണുകൾ ഇറുകെ പൂട്ടി. ഈ നേരത്തെ നിഹ അവൻ അവിടെ പ്രതീക്ഷിച്ചതേയില്ല. ബോസ്, അതിലൊരുത്തൻ വിളിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് ആദം കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ എന്തൊക്കെയോ ഭാവങ്ങൾ വിരിയുന്നുണ്ട്. ബോസ്, മാഡം. അത് കുഴപ്പമില്ല, നിങ്ങൾ ചെല്ലി എന്നും പറഞ്ഞ് അവരോട് ആ പെട്ടിയെടുക്കാൻ പറഞ്ഞതും അവർ ആ പെട്ടിയെടുത്ത് പുറത്തേക്ക് നടന്നു. അവർ പോയെന്ന് കണ്ടതും ആദം ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു.